ആ വ്യക്തിയുടെ എനർജി കൊണ്ട് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകളെക്കുറിച്ച് നമുക്കറിയാം. അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ബാധകമാകണമെന്നില്ല. ബാധകമാകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഫയലാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തിയുടെ എനർജിയിൽ നിന്ന് നമുക്ക് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകളെക്കുറിച്ച് നോക്കാം. ആ വ്യക്തി പുറത്തു നിന്ന് സഹായങ്ങൾ വാങ്ങുകയാണ്. ഉപദേശമാണെങ്കിലും ധനമാണെങ്കിലും മറ്റ് പല നയങ്ങളുടെ കാര്യമാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അത് നിങ്ങളോടുണ്ട്. നിങ്ങളെപ്പോലെ വിശ്വസിക്കുന്ന സുഹൃത്തുക്കളും വീട്ടുകാരൊക്കെ ആകാം. അവരിൽ നിന്ന് സഹായങ്ങൾ വാങ്ങുകയാണ്. ഓരോ കാര്യത്തിലും ഉപദേശങ്ങൾ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി ആ വ്യക്തി ഒറ്റക്കല്ല ചെയ്യുന്നത്. അതെങ്ങനെ ഒറ്റക്ക് പ്രവൃത്തി ചെയ്താലും അത് ഏത് ചെയ്യണം, അതായത് ഓരോ തിരഞ്ഞെടുപ്പുകളിലും, ജീവിതത്തിൽ ഓരോ കണ്ടെത്തലുകളിലും, ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളിലും മറ്റുള്ളവർ, എല്ലാവരും അല്ല, ആ വ്യക്തി പ്രധാനപ്പെട്ട വ്യക്തികൾ, അത് നിങ്ങളും ഉണ്ടാകാം, മറ്റുള്ളവരും ഉണ്ടാകാം. അവരിൽ നിന്നൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ട് ആ അഭിപ്രായങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് ആ വ്യക്തി കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ആ വ്യക്തി അങ്ങനെ ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ആ വ്യക്തി എടുക്കുന്ന നിലപാടുകളിലും മറ്റുള്ളവരുടെ സ്വാധീനം ഉണ്ടാകുന്നുണ്ട്. ആ വ്യക്തിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട, ആ വ്യക്തിക്ക് ഏറ്റവും വിശ്വാസമുള്ള, ആ വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ, അവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതെ ആ വ്യക്തി പോകുന്നില്ല. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ആ വ്യക്തി അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ എടുക്കുന്നത് കൊണ്ട് അവരിൽ ചിലർ ഈ വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല തരത്തിലും. ഏതായാലും എൻ്റെ അഭിപ്രായം എടുക്കുകയാണ്, എന്നെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ രീതിയിൽ പോലും സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ടത് വിജയിക്കില്ല. ആ വ്യക്തി അതിലേക്ക് ഉണരും. പക്ഷേ ഒരു പരിധി വരെ ചില കുഴപ്പങ്ങളൊക്കെ അങ്ങനെ ഒരു സ്വാധീനത്തിലൂടെ ഉണ്ടാകും. ആ വ്യക്തിയുടെ ചിന്തയിലും ആ എഫക്റ്റ് ഉണ്ടാവും. ആ വ്യക്തിയുടേതായി മാത്രമായ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ വരും. നമ്മൾ വിചാരിക്കും ആ വ്യക്തി തന്നെയാണോ ഈ ചെയ്തത്, ഈ പറഞ്ഞതെന്നൊക്കെ വിചാരിക്കും. അത് മറ്റുള്ളവരുടെ ചില ദുസ്വാധീനം ഉണ്ടാകുന്നതുകൊണ്ടാണ്. അത് ഇതിൽ നിന്ന് വ്യക്തമാണ്. നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോവുകയാണെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ ആ വ്യക്തിക്ക് ഉള്ളത് എല്ലാം ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി നൽകുന്നതിന് വേണ്ടി ആ വ്യക്തിക്കുള്ള മൂല്യങ്ങളും ആ വ്യക്തിക്കുള്ള അവസരങ്ങളും ആ വ്യക്തിക്കുള്ള അധികാരങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് വളരെ സിമ്പിളായിട്ട് വരുവാൻ തയ്യാറാകും. കാരണം ആ വ്യക്തി ഫോക്കസ് ചെയ്യുന്നത് എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ആ വ്യക്തി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെയാണ്, നിങ്ങളുടെ ജീവിതത്തെയാണ്, നിങ്ങളുടെ സമീപനങ്ങളെയാണ്. അതിനെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാനും തയ്യാറാണ് ആ വ്യക്തി. അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം. ആ വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് ആദ്യമേ ഞാനത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുന്നില്ല. പക്ഷേ ആ സമയത്ത് കറക്റ്റായിട്ട് ഇറങ്ങി സംരക്ഷിക്കേണ്ടവിടുത്ത് സംരക്ഷിക്കും. പേര് ചീത്തയാക്കാതെ അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് മാറ്റാതെ മുന്നോട്ട് പോകും. മാത്രമല്ല ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. വളരെ എന്തും പറയാനും എന്തും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു ബന്ധം ആ വ്യക്തി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധത്തിൽ നിന്നാണ് നിങ്ങളുടെ ബന്ധം തന്നെ വളർന്നത്. അതുകൊണ്ട് തന്നെ എനർജി മോശമില്ല. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന സ്വഭാവം, എല്ലാം ചർച്ച ചെയ്യുകയും സ്വന്തം തീരുമാനങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവമില്ല. എല്ലാം ചർച്ച ചെയ്ത് ഏത് നിലപാടുകൾ ഓരോ സമയത്ത് എടുക്കണം എന്നുള്ളത് നോക്കി വിചാരിച്ച് പോകുന്ന സമീപനമാണ്. മാത്രമല്ല നിങ്ങളോടുള്ള ആ ഒരു ബന്ധം തുടങ്ങിയതിന് ശേഷം ആ വ്യക്തി വൈകാരികമായുള്ള പ്രതികരണങ്ങൾ കുറച്ചു.
നിങ്ങളുടെ സ്വാധീനം ആ വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിനെ കൃത്യമായ രീതിയിൽ നിങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പലപ്പോഴും ആ വ്യക്തി അനാവശ്യമായ സംഘർഷങ്ങളിലേക്കും വഴക്കുകളിലേക്കൊക്കെ മുൻപ് പോയിരുന്നിരിക്കണം. അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യമുണ്ട്. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ശേഷം എല്ലാ കാര്യത്തിനും ഒരു കൃത്യമായ നിലപാടും ഒക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്. ആ വ്യക്തിയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ശേഷം ആ വ്യക്തി കാണിക്കുന്ന ആ മൃദു സമീപനം, സൗമ്യ സ്വഭാവം, എന്തും വരട്ടെ വെട്ടൊന്ന് തുണ്ടൻ രണ്ടല്ല ജീവിതം എന്നുള്ളത് ആ വ്യക്തിയെ നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ആ വ്യക്തി അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിക്ക് അത് മനസ്സിലായിരിക്കുന്നു. അത് സംബന്ധിച്ച് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്നുള്ള സമീപനം ആ വ്യക്തി വിട്ടുകളഞ്ഞിരിക്കുന്നു. ആ വ്യക്തി ജീവിതത്തിൽ തൻ്റെ ആഗ്രഹങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. മറ്റുള്ള കാര്യങ്ങൾ, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. നിങ്ങൾ അനാവശ്യ കാര്യങ്ങളാണെന്ന് അറിഞ്ഞാൽ ആ വ്യക്തി ജസ്റ്റ് ഒന്ന് ചിരിച്ച് തള്ളും. അതിൻ്റെ അപ്പുറത്തേക്ക് അത് വിശ്വസിച്ചുകൊണ്ട് മറ്റാരോടെങ്കിലും ചോദിക്കാൻ പറയും. ഇപ്പോൾ നിങ്ങൾ തന്നെ ആ വ്യക്തിയോട് ഇങ്ങനെ ഇന്ന ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള സമീപനമില്ല. തൻ്റെ ജീവിത ലക്ഷ്യങ്ങളിൽ മാത്രം ഒതുങ്ങി അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി ലോകം മുഴുവൻ സഞ്ചരിക്കണമെന്ന് വിചാരിച്ചാൽ അത് തയ്യാറാകും. തൻ്റെ ആത്മനഷ്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിജയത്തിലേക്ക് പോസിറ്റീവായിട്ട് പോവുക, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അതിനുള്ള അവസ്ഥ ഉണ്ട്. ഒരാത്മീയ ചിന്തയിലേക്കുള്ളൊരു മാറ്റം കാണുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഈശ്വരൻ അനുഗ്രഹങ്ങൾ തരുമ്പോൾ അത് നന്ദികേട് കാണിക്കുന്നവർ ഈശ്വരന് ഇഷ്ടമില്ല. പക്ഷേ ഈശ്വരൻ്റെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, ഏത് ശക്തിയാണെങ്കിലും ആ ശക്തിയുടെ വിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ആ ശക്തിയിൽ വിശ്വസിക്കുകയാണ്. അവിടെ ഒരു കളങ്കമോ വിദ്വേഷമോ തെറ്റിദ്ധരിപ്പിക്കലോ ഒന്നുമില്ല. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങളിലുണ്ടാകും. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആ വ്യക്തിയുടെ നിങ്ങളുടെ എനർജി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാരണം വലിയ ശക്തികൾ നിങ്ങൾക്ക് ശക്തമായിട്ട് രംഗത്ത് വരുന്നു. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള സമാധാനവും മുമ്പില്ലാത്തത്ര ആത്മസംതൃപ്തിയും വരുന്നു. ഈ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നു. ലവ് എനർജിയും നിങ്ങളുടെ മൊത്തത്തിലുള്ള എനർജിയും വർദ്ധിക്കുന്നു. കാരണം എല്ലാത്തിനും ഈശ്വരനിലേക്ക് അർപ്പിക്കുകയാണ്. ഈശ്വരനുണ്ടല്ലോ, ഞാൻ ആഗ്രഹിക്കുന്ന എന്തും എനിക്ക് നേടിത്തരാൻ ഈശ്വരന് കഴിവുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈശ്വരനെ അകമമായി വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു കൈയാണ് ഉള്ളത്, അങ്ങനെയുള്ള ഒരു സമീപനമാണുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ബി ഫോർ ബെറ്റർ ലൈഫ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.